ജപമാലയിലെ 6-ാമത്തെ അപദാനം കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. മദർ ഓഫ് മേഴ്സി പ്രേ ഫോർ അസ്. കാരുണ്യം എന്നത് ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു ഭാവമാണ്. ബൈബിളിൽ 2 പ്രത്യേക പദങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് ഹെസദ് എന്ന് പറയും, മറ്റൊന്ന് റഹമീം എന്ന് പറയും. ഹെസദ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം എന്നാണ്. അതായത് ഒരപ്പൻ എങ്ങനെ മക്കളെ സ്നേഹിക്കുന്നു, കരുണയോടെ കാക്കുന്നു എന്നാണ് അതിനർത്ഥം. റഹമീം എന്നത് ഒരമ്മയുടെ വാത്സല്യത്തെ കാണിക്കുന്നു. വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് എത്രയോ ശ്രദ്ധയോടെയാണ് അമ്മ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത് എന്നതുപോലെ ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നു. തള്ളക്കോഴി ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാക്കുന്നത് പോലെ. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തെ കാരുണ്യത്തിൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ 2020 ജൂൺ മാസത്തിലാണ് ഇത് ആദ്യമായി ലുത്തീനിയയിൽ ചേർക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കരുണാമയനായ കർത്താവിനെ സംവഹിച്ചവളും ആ കർത്താവിനെ ലോകത്തിന് പ്രദാനം ചെയ്തവളുമാണ് എന്ന രീതിയിൽ കൂടി നമ്മൾ ഈ അമ്മയെ ബഹുമാനിക്കുന്നു. സ്വീഡനിൽ വിശുദ്ധ ബ്രിജിറ്റിനോടാണ് പരിശുദ്ധ മറിയം ഇപ്രകാരം പറയുക: ഞാൻ കരുണയുടെ മാതാവാണ് എന്ന്. സ്തോത്രഗീതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ 2 വട്ടം പരിശുദ്ധ മറിയം പ്രകീർത്തിച്ച് സംസാരിക്കുന്നുമുണ്ട്. ദൈവം പാപികളോട് കരുണ കാണിക്കുന്നവനാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും നിരാശരാക്കാത്ത പിതാവാണ്. ആ കാരുണ്യമുള്ള പിതാവിൻ്റെ അടുത്തേക്ക് ഈ കരുണയുള്ള അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാം.